കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു പേരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഉയർന്നു വന്ന ഒരു കേസാണ്, ഒരു വിഷയമാണ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ഇപ്പോൾ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. 2008 അദ്ദേഹത്തെ ആദ്യമായിട്ട് ജയിലിൽ അടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. 2019 വീണ്ടും ജയിലിൽ അടയ്ക്കുന്ന സംഭവം ഉണ്ടായി. അവിടെ വെച്ച് മരണപ്പെടുന്ന ഒരു സംഭവമാണ് ഏറ്റവും അവസാനമായിട്ട് ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ കേസുകളും പൊല്ലാപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ലോക നേതാക്കളടക്കമുള്ള, ലോകരാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന പല ലോക നേതാക്കളും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും അടക്കമുള്ള പലരും, പല പ്രമുഖരും, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ പല അംഗങ്ങളും അടക്കമുള്ള, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പലരും ഈ ശൃംഖലയുടെ ഭാഗമാണ് എന്നറിയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന്, അതിൻ്റെ ഒരു പരിണത ഫലം ഇനി ലോകത്ത് കാണാൻ പോകുന്നത് എത്രത്തോളം ആണ് എന്നത് ഒരു ഭീതി ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ നിലപാട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജോയ്സ് മാത്യു, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോ. ജോണെ, എങ്ങനെയായിരിക്കും ഈ ഒരു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പിൻകാല ചരിത്രം എങ്ങനെയായിരിക്കും? അത് എങ്ങനെയായിരിക്കും ഈ ഇത്രയും ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന ഒരു ശൃംഖല കെട്ടിപ്പൊക്കി ഇതുപോലെ വലിയൊരു വിവാദമാകുന്ന സംഭവത്തിലേക്ക് ആ ഒരു വ്യക്തി എത്തിയത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം 2019 തോന്നുന്നു ജയിലിൽ കിടന്ന് അയാൾ മരിക്കുന്നത്. അതൊരു കൊലപാതകമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാലും എല്ലാവരും അവർക്ക് തോന്നിയത് പറയുന്നുണ്ട്. എല്ലാവർക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു സമയവും ഒരു വിഷയവും കൂടെയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പിന്നാമ്പുറ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റൈൻ എന്നുള്ള പേര് ആരുടെയെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ നാണക്കേടെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ലോകത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ബിൽഗേറ്റ്സ് പറയുന്നതാണ് ജെഫ്രി എപ്സ്റ്റൈൻ്റെ കൂടെ ഞാൻ ചെലവഴിച്ച നിമിഷങ്ങൾ, അതും ഐ റിഗ്രറ്റ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഏകദേശം 6 മില്യൺ പേജസ് വരുന്ന ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 30 ജാനുവരി 2026 ട്രംപിൻ്റെ സൈനോട് കൂടിയിട്ടാണ് ഏകദേശം 3.5 മില്യൺ പേജസ് ഇതുപോലെ അൺഫോൾഡ് ചെയ്തിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഏകദേശം കുറച്ച് സീക്രട്സ് എപ്പോഴും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഷാഡോയിഷം എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ഈ കാര്യങ്ങൾ ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ ക്ലിൻ്റൺ ഉൾപ്പെടെ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻ്റൺ ഉൾപ്പെടെ, ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് ഉൾപ്പെടെ, അങ്ങനെ കുറേ പേരുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്സ്റ്റൈൻ എന്തൊക്കെ ചെയ്തിരുന്നു, ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ ചരിത്രം കൂടി മനസ്സിലാക്കുന്ന നല്ലതാണ്. ഒരു ജൂ ആയിട്ടാണ് എപ്സ്റ്റൈൻ ജനിച്ചത്. ജെഫ്രി എപ്സ്റ്റൈൻ ജനിച്ചത് 1953 കാലഘട്ടങ്ങളിലാണ് ജനിച്ചത്. അപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ ഫാമിലിയിൽ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു. പിന്നീട് സാധാരണ എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂളിൽ പോയി. പക്ഷെ അദ്ദേഹം ഈ ഹിറ്റ്ലർക്ക് ഉണ്ടായ പോലെയുള്ള ട്രോമയോ അതുപോലെയുള്ള അവസ്ഥയോ ഇങ്ങേർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഹിറ്റ്ലർ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ട്രോമ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സാക്ഷ്യം, എൻ്റെ ഒരു ഭാഗം പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു മാത്സ് ടീച്ചറായിട്ട്, സകല അധ്യാപകന്മാരെ പോലെ തന്നെ ഒരു മാത്സ് ടീച്ചറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ബ്രൂക്ലിനിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ലഫൈറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മസ്ഥലം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ബ്രൂക്ലിനിൽ വർക്ക് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ട്രേഡ് എന്ന് പറഞ്ഞ മേഖലയ്ക്ക് അദ്ദേഹം കയറുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് 1970 ആ കാലഘട്ടം തൊട്ടാണ്, 1970, 80, 90 ആ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെൽത്ത് അസറ്റ് എന്നുള്ള രീതിയിൽ ഒരു സുവർണ്ണ കാലഘട്ടമായിട്ടാണ്. സ്വന്തം പേരിലെ കമ്പനി തുടങ്ങുന്നു. എപ്സ്റ്റൈൻ ജേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ കമ്പനി തുടങ്ങുന്നു. പിന്നീട് ലെസ്ലി മാക്സ്വെൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഓഫ് അറ്റേണി, അദ്ദേഹത്തിൻ്റെ വാസ്റ്റ്, ഒരു ബില്യണറാണ് അദ്ദേഹം. 14 വയസ്സുണ്ട് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാസ്റ്റ് എംപയർ എന്ന് പറഞ്ഞാൽ ബില്യൺ ആസ്തിയുടെ ഒരു പവർ ഓഫ് അറ്റേണി എന്ന രീതിയിൽ അദ്ദേഹം കടന്നു പോകുന്നത്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, ഈ വെൽത്ത് എല്ലാം ഇദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയ വെൽത്ത് അല്ല എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റൈൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ വെൽത്ത് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം പല എത്ര വലിയൊരു സമ്പന്നന്മാരുടെ ആൾക്കാരുടെ വെൽത്തിലെ ഗേറ്റ് കീപ്പറായിട്ട് അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്സസ് മറ്റു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെസ്ലി മാക്സ്വെൽ എക്സാമ്പിളാണ്. അതുപോലെ നൊബേൽ ലൊറൈറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, അതായത് സമൂഹത്തിൽ പിടിപാടുള്ള
സമൂഹത്തിൽ അദ്ദേഹത്തിന് നന്മയുണ്ട് എന്ന് കാണപ്പെടുന്ന സകല ആൾക്കാരായിട്ടും ഇദ്ദേഹം ഒരു സ്പെക്ടർ എന്ന് വെച്ചാൽ ഒരു ചങ്ങല പോലെ അദ്ദേഹം ഒരു വലിയൊരു ശൃംഖല അങ്ങോട്ട് വളർത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് മനുഷ്യൻ്റെ വീക്ക്നെസ് എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ആ വീക്ക്നെസ് നന്നായിട്ട് ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. വീക്ക്നെസ് അത് അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. 1990 കാലഘട്ടം തൊട്ട് ഏകദേശം 20 വർഷത്തോളം 2 പതിറ്റാണ്ടോളമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ട്രാഫിക് ബിസിനസ് ആണ് ശരിക്കും പറയാൻ പറ്റുക. സെക്സ് ട്രാഫിക് ബിസിനസ് 2 പതിറ്റാണ്ടോളമാണ് അമേരിക്കയിൽ നിലനിന്നതെന്നുള്ളതാണ്. ജുഡീഷ്യറിയും അതിൻ്റെ മേലൊക്കെ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, അതുപോലെ തന്നെ മറ്റു പൊളിറ്റിക്കൽസ്, നിയമ സംവിധാനങ്ങളൊക്കെ മാറ്റി നിർത്തി അതിന് മുകളിൽ വലിയൊരു മേൽക്കോയ്മ ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് വ്യാപിച്ചത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ജെ ട്രംപ് അദ്ദേഹത്തിനൂടെ ട്രാവൽ ചെയ്തു, ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതേസമയം അദ്ദേഹം ചെയ്തിരുന്ന മറ്റു കാര്യങ്ങളുടെ കൂടുതൽ അഫയർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് വ്യക്തമല്ല. ക്ലിൻറ്റൺ അതുപോലെയുള്ള മറ്റു ആൾക്കാരൊക്കെ. അപ്പോൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇദ്ദേഹത്തിന് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു, ലോളിത് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്, ഏറ്റവും കൂടുതലുള്ള ഈ ഇതുപോലെയുള്ള സെക്സ് ട്രാഫിക് നടത്തിയിരുന്ന ഫ്ലൈറ്റിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഐലൻഡ് ഉണ്ടായിരുന്നു. അതിന് പേര് സെൻറ്റ് ജെയിംസ് ലിറ്റിൽ ഐലൻഡ് എന്നുള്ള അദ്ദേഹത്തിന് അത് വേറെ. പിന്നെ പാം ബീച്ച് വേറൊരു എക്സാമ്പിൾ. അതുപോലെ തന്നെ മാനാട്ടൺ, പിന്നെ ന്യൂയോർക്കിൽ വലിയ മാൻഷൻസ്, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറേയൊക്കെ ഇതൊന്നും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതല്ല എന്നുള്ളതാണ് ഈ കോമഡിയുള്ള ഏറ്റവും വലിയ കാര്യം. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഗേറ്റ് കീപ്പർ എന്നുള്ളത് അതെന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആസറ്റിൻ്റെ ഗേറ്റ് കീപ്പർ ആയിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം സമ്പാദിച്ച അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം സമ്പാദിച്ച കുറേ കാര്യങ്ങളാണ്. കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ട്രിക്സ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഡീൽ ചെയ്ത് ഉപയോഗിച്ച് സമ്പാദിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇനി ഞാൻ അടുത്ത കാര്യം പറയുന്നത്, അദ്ദേഹം ഈ കൂടുതലും 12 to 17 അത് 12 to 17 വയസ്സ് വരെയുള്ള പ്രായപൂർത്തിയാകാത്ത ഗേൾസിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് സ്വാധീനിച്ചത്. അതായത് വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവില്ലായിരിക്കും, ഒരു പക്ഷേ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പുവർ ക്ലാസ്, അങ്ങനെയുള്ള ക്ലാസ്സിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫാമിലി സ്റ്റാറ്റസ് എന്നുള്ള പെൺകുട്ടികൾ അത് സ്വാധീനിച്ചിട്ട് മസാജിങ് സെൻറ്റേഴ്സിൽ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ സമ്പത്ത്, മണി എന്ന് പറഞ്ഞാൽ ക്യാഷ് വാഗ്ദാനം ചെയ്യുന്നു, എഡ്യൂക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും വെച്ച് പ്രലോഭിക്കുക, ഗ്രൂം ചെയ്യുക. എന്നിട്ടാണ് ഈ പെൺകുട്ടികളെല്ലാം ഇദ്ദേഹം പ്രലോഭിച്ചു തൻ്റെ ഈ സെക്സ് ട്രാഫിക്കിംഗ് എന്നുള്ളൊരു വലിയൊരു ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഏകദേശം ഒരു നൂറുകണക്കിനല്ല 100+ and 1000+ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അണ്ടർ ഏജ് അതൊരു എക്സാമ്പിളാണ്. അതല്ലാതെ ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ ഇത്രയധികം ആൾക്കാരാണ് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. മസാജിങ് സെൻറ്ററിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തി അവസാനം അത് പീഡനത്തിനേക്കും പിന്നീട് പുറലോകം അറിയാതിരിക്കാൻ വേണ്ടി ക്യാഷിലൊതുക്കും, അല്ലെങ്കിൽ ഭീഷണിയിലൊതുക്കും. ഇത്ര വലിയ പൊളിറ്റിക്കൽ പവറുള്ള ഒരു വ്യക്തി ഈ പറയുന്ന അണ്ടർ ഏജ് ഗേൾസ് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളൊക്കെ എന്തിനു വേണ്ടി ഡീൽ ചെയ്യാൻ, അതായത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ, പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അക്കാദമിക്സ് എന്ന് പറഞ്ഞാൽ നൊബേൽ റൈറ്റ്സ് ഉൾപ്പെടെ അക്കാദമിക്കിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള പല ആൾക്കാർക്കും വേണ്ടി ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ അണ്ടർ ഏജിലെ ആൾക്കാരെ കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് ഉണ്ടാവും. അപ്പം എങ്ങനെ സംഭവിക്കും? ഇദ്ദേഹത്തിന് നെറ്റ്വർക്ക് വളരുന്നു, ഇദ്ദേഹത്തിന് കാശ് കിട്ടുന്നു, ഡീൽ ഉണ്ടാകുന്നു, ഇദ്ദേഹം കൂടുതൽ സമ്പന്നനാകുന്നു. അങ്ങനെയാണ് ഈ പല വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ വരെ ഇദ്ദേഹത്തിന് പിടിയിലായെന്നുള്ള പല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പിസ്റ്റൈൻ എന്നുള്ള പേരിൻ്റെ കൂടെ ഒരാളുടെ പേര് വന്ന് ചേർന്നാൽ ഭയങ്കര നാണക്കേട്, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ നാണക്കേട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പോലെ നിരാകരിക്കുന്നത്. ഞാൻ എപ്പിസ്റ്റൈൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുത്തുള്ളൂ. അത്രത്തോളം അദ്ദേഹം എളിമപ്പെടേണ്ട ഒരു അവസ്ഥയ്ക്ക് ബിൽ ഗേറ്റ്സ് വരാൻ കാരണം എന്തുകൊണ്ടാണ്? എപ്പിസ്റ്റൈൻ അത്രത്തോളം ഒരു ഡേഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം അത്രത്തോളം നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തിരുന്നുള്ളതാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾ, ഈ നിയമ സംവിധാനം അടച്ച് ആക്ഷേപിച്ചൊരു പരിഹസിച്ച, അല്ലെങ്കിൽ പരിഹാസപാത്രം, അല്ലെങ്കിൽ പരിഹസിച്ച ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജെഫ്രി എപ്പിസ്റ്റൈൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇനി മനസ്സിലാക്കണം, ഈ നിരീശ്വരവാദികളും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഈ എപ്പിസ്റ്റൈൻ്റെ പേരൊക്കെ എടുത്ത് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്ന ഒരു ഇതുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിസ്റ്റൈൻ ഒരു ജൂ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫണ്ട് കുറേയൊക്കെ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതായത് എവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടാണ്? ഇതുപോലെയുള്ള തോന്നിമാസം നടത്തി, കുൽസിത പ്രവൃത്തി നടത്തിയിട്ട്, ഇതുപോലെ ഈ പെൺകുട്ടികളെ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വശീകരിച്ച് ദുരുപയോഗപ്പെടുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഫണ്ടുകളാണ്. മാത്രമല്ല അങ്ങനെയുള്ള വേറെ കുറേ സംഗതികൾ പറയാൻ പറ്റാത്ത കുറേ സംഗതികൾ വേറെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് അദ്ദേഹം MIT കൊടുത്തു. MIT മസാജ് ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയ മസാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം $8,50,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പല പ്രോജക്റ്റുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ജൂയിഷ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ജൂവായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു.
അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അക്യൂസ് ചെയ്യുന്നത് ഇദ്ദേഹം ഒരു ജൂ ആയിരുന്നല്ലോ, അപ്പോൾ ഇത്രയധികം രണ്ട് തരം പ്രവർത്തനങ്ങൾ ഈ ഇദ്ദേഹത്തിന് സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇനി അടുത്തത് എയ്ത്തീസ്റ്റ് കുറേ നിരീശ്വരവാദികൾ പറയുന്നുണ്ട് ബൈബിളിലെ പല വചനങ്ങളും അദ്ദേഹത്തിന് 2014 കാലഘട്ടങ്ങളിലുള്ള മെയിലിൽ കോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഏകദേശം എസെക്കിയേൽ, പ്രൊഫറ്റ് ഐസയ അങ്ങനെയുള്ള പല ബുക്കുകളിൽ നിന്നൊക്കെ കോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബൈബിളിലെ ഒരു വചനം മാത്രം കോട്ട് ചെയ്തിരിക്കുന്നു. അതായത് ദുരുപയോഗത്തിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ കോണ്ടക്സ്റ്റ് പറയുന്നില്ല, അതിൻ്റെ മുമ്പോ പിമ്പോ ഉള്ള വചനങ്ങൾ പറയുന്നില്ല. ആകെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബൈബിൾ എടുത്ത് ഞാൻ തുറന്നു നോക്കുകയാണെന്ന് വയ്ക്കുക, ഞാൻ ബൈബിൾ തുറന്നു നോക്കിയാൽ അപ്പോൾ എനിക്ക് കിട്ടിയ വചനം സാത്താനെ ദൂരെ പോവുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയ വചനം അതാണ്, സാത്താനെ ദൂരെ പോകുക എന്നുള്ള വചനമാണ്. അത് കോണ്ടക്സ്റ്റോ അർത്ഥമോ ഒന്നും മനസ്സിലാക്കാതെ ഒരാൾ കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ല, അതിൻ്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ കോണ്ടക്സ്റ്റ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് യാഥാർത്ഥ്യം ഒന്നും മനസ്സിലാക്കാതെ എത്തയിസ്റ്റ് ഈ ജെഫ്രി എപ്സ്റ്റൈൻ ബൈബിളിലെ കോട്ടൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഈ എപ്പിസ്റ്റൈൻ എന്നുള്ള കാര്യം ക്രിസ്ത്യാനിറ്റി ഡിവോട്ടായിട്ടുള്ള, അതായത് ഡിവോട്ടായി എന്ന് വെച്ചാൽ ഒരു പയസായിട്ടുള്ള വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പൈസ ആകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവോട്ടല്ലാത്ത, അല്ലെങ്കിൽ റാൻഡമായിട്ട് എവിടെ നിന്നൊക്കെ കുറേ ബൈബിൾ വചനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് അത് ഈ സെക്സ് ട്രാഫിക്കിനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടെ മെക്കെട്ട് കയറേണ്ട ആവശ്യം തിരിക്കുന്നു. ക്രിസ്ത്യാനികൾ വരുന്നത് എവിടെ നിന്നാണ്? പുതിയ നിയമത്തിൽ നിന്നാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെയുള്ള എപ്പിസ്റ്റൈന്മാർ, ഒരു എപ്പിസ്റ്റൈനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഒരു അണ്ടർവേൾഡായ എപ്പിസ്റ്റൈനർ കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ എത്ര എപ്പിസ്റ്റൈന്മാർ ലോകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ബൈബിൾ വചനം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഈ യഥാർത്ഥ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവരവരുടെ തോന്നിവാസത്തിന് വേണ്ടി വചനം വളച്ചൊടിക്കുന്നു. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ തന്നെ തോന്നിവാസത്തിന് വേണ്ടി ബൈബിൾ വചനങ്ങൾ വളച്ചൊടിക്കുന്ന ദുഷ്ടന്മാർ വരും കാലത്ത് വരുന്ന ബൈബിളിലെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എത്തയിസ്റ്റ് അവിടെ ഈ ക്രിസ്ത്യാനികൾ മെക്കെട്ട് കയറാൻ യാതൊരു കാര്യം അവിടെ വരുന്നില്ല. ഇനി എപ്പിസ്റ്റൈൻ്റെ കാര്യത്തിലേക്ക് വേറെ കാര്യം, 2019 അദ്ദേഹം മരിക്കുന്നത്. 2002, 2003, 2004 ഏകദേശം ഒരു 2-3 വർഷം കൊണ്ടാണ് ഒരു പക്ഷേ ഈ എപ്പിസ്റ്റൈനെ ലോക്കപ്പിലാക്കാനുള്ളൊരു അവിടുത്തെ പാം ബീച്ച് പോലീസ് അവർ തന്നെ കേസ് എടുക്കുന്നു. പിന്നെ അദ്ദേഹം ലോക്കപ്പിലിടുന്നു. പക്ഷെ പിന്നീട് ഏകദേശം 13 മാസം അദ്ദേഹം അവിടെ 12-13 മാസത്തോളം അദ്ദേഹം അവിടെ ജയിലിൽ സർവ് ചെയ്യുന്നു. സർവ് എന്ന് വെച്ചാൽ പ്രസിഡൻ്റായിട്ട് ജീവിക്കുന്നു. അതിനുശേഷം വീണ്ടും നിയമസാധ്യത അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. കാരണം ഒരു പാവപ്പെട്ടവനാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതൽ. അത് ഇവിടെ മാത്രമല്ല, അത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെല്ലാ സ്ഥലത്തും, ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരു പാവപ്പെട്ടവനാണ് ജയിലിൽ പോയെങ്കിൽ പുറത്തിറങ്ങാനുള്ള സാധ്യത ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള വലിയ ഈ ദുഷ്ടത പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ, വലിയ ഈ കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ കഴിവും സമ്പത്തുള്ള ആൾക്കാരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇവർക്കൊക്കെ പുറത്തിറങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഈ മനുഷ്യന് ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം പുറത്തിറങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ കുൽസിത പ്രവർത്തികൾ മുമ്പ് ചെയ്ത അതേ പ്രവർത്തികൾ അതിനേക്കാളും അതിൻ്റെ കൂടി തീക്ഷ്ണതകളിൽ ചെയ്യുന്നു. പിന്നീട് വീണ്ടും 2019 അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുന്നു. 2019 വെച്ച് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു. അതേസമയം ആളെ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലും ഇപ്പോൾ അതിൻ്റെ നിഗമനങ്ങൾ വരുന്നുണ്ട്. പിന്നീടാണ് ഇതിൻ്റെ ഫയൽ പരിശോധിക്കുന്ന കാര്യത്തിൽ ഒരു നീണ്ട ഒരു സമയം വന്നിരിക്കുന്നത്. ഏകദേശം 2026 വരെ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഏകദേശം 6 മില്യൺ പേജസ് ഉള്ള അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ വേണ്ടി. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ അമേരിക്കയിലുള്ള ആൾക്കാർ മാത്രമല്ല, ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ഈ ആൾക്കാർ വരെ ഇദ്ദേഹത്തിൻ്റെ വലയിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനായാലും വെറും ഒരു മാത്സ് ടീച്ചറായിരുന്ന ഒരു വ്യക്തി, ഫിസിക്സിലും മാത്സിലൊക്കെ ഭയങ്കര കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തി ഇത്ര വലിയൊരു ശൃംഖലയുടെ, അതായത് സെക്സ് ട്രാഫിക്കിംഗ് ശൃംഖലയുടെ അധിപനായി മാറി അവസാനം ഒരു ജയിലിൽ അദ്ദേഹം മരിക്കേണ്ട വന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കപ്പെടുന്ന നാണക്കേടായി ഇന്നത്തെ കാലഘട്ടത്തിൽ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ വ്യാപ്തി നിസാരമല്ല. മാത്രമല്ല അദ്ദേഹം മാത്രമല്ല എൻ്റെ കുറ്റക്കാരൻ, അതിന് കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത നിയമ സംവിധാനങ്ങൾ, പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ അതിന് സാമ്പത്തികമായിട്ട് നിന്ന പണം, ഇതൊക്കെ ഇതിന് കുറ്റക്കാരാണ്. ഇതിന് ഫണ്ട് കൊടുത്ത ആൾക്കാർ, ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത ആൾക്കാർ, അതൊക്കെ കുറ്റക്കാരാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഈ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എപ്പിസ്റ്റൈൻ മരിച്ചുപോയി, പക്ഷേ മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്ന ഒരുപക്ഷെ അവരെ കുറ്റക്കാരായിട്ട് ഒരുപക്ഷെ ലോകം കാണുമായിരിക്കാം, ഒരുപക്ഷെ കേസെടുക്കുമായിരിക്കാം. റോബിൻ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, ഒരുപാട് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, ലോകം മുഴുവനും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും
അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ എപ്സ്റ്റീൻ ഫയൽസ് നമുക്കറിയാം ഇപ്പോൾ വലിയൊരു സംസാര വിഷയം തന്നെയാണ്. എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ മൊത്തം വിവരങ്ങളും അതിൻ്റെ പുറത്ത് വന്നിട്ടില്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വരുന്നേ ഉള്ളൂ. അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ് പുറത്ത് വിട്ടത്. അപ്പോൾ ശരിക്കും അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്? നമ്മളൊക്കെ പലപ്പോഴും മനസ്സിൽ വലിയൊരു സ്ഥാനം കൊടുത്തിരുന്ന പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ബിൽ ക്ലിൻ്റൺ 8 വർഷം അമേരിക്ക ഭരിച്ച ആളാണ്. അതുപോലെ ബുഷ് അടക്കമുള്ള ആളുകൾ, പിന്നെ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ഇത് അവരിൽ തുടങ്ങി പിന്നെ അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പല ആളുകളും, പിന്നെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരടക്കം ഇപ്പോൾ ബിൽഗേറ്റ്സിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്, അതുപോലെ മസ്കിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പല ബിസിനസ്സുകാരുടെ പേരുകൾ ഉയർന്നു വരുന്നു. അങ്ങനെ അമേരിക്കയുടെ പൊളിറ്റിക്കൽ അരീനയിൽ ഒരുമാതിരിപ്പെട്ട ഈ അടുത്ത കാലത്ത് അറിയപ്പെടുന്ന ആളുകളെ ഭൂരിഭാഗവും ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യാപ്തിയും എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പുറത്തു വന്നേക്കുന്നത് ഇപ്പോൾ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ പുറത്തു വരുന്നത്. എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇവരെല്ലാവരും ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന സാഹചര്യം, അയാളുടെ ദ്വീപിൽ പോയിട്ട് അയാളുടെ കേന്ദ്രത്തിൽ പോയി പാർട്ടികൾക്ക് പോയി എന്നുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പുറത്തു വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചിത്രങ്ങൾ പുറത്തു വരുന്നതെല്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പല ഈ രാജകുമാരിമാർ അടക്കമുള്ള ആളുകളുടെ ഇതുമായിട്ടുള്ള റിലേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഒരുപക്ഷെ ന്യൂസ് വാല്യൂ ഉണ്ട് എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളാണ് പലപ്പോഴും ഇതിനുള്ളിൽ പുറത്തു വരെ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഇപ്പം നമുക്ക് അറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പരാമർശമുണ്ടായിരുന്നു. ട്രംപിനെ പ്രീതിപ്പെടുത്തുക എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഇസ്രായേലിൽ പോയതായിട്ടും ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഉപദേശം സ്വീകരിച്ചതായിട്ടുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ ഇപ്പോൾ അതിലും ഇച്ചിരി കൂടെ വ്യാപ്തി നമുക്ക് ഇയാളുടെ കാര്യങ്ങളുമായിട്ട് മനസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു ഫയൽ ഇയാളുടെ പുറത്ത് വന്നത് ഇയാളുമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, പ്ലീസ് കം, യു മേ ഹാവ് എ പ്രൈവറ്റ് ടൈം വിത്ത് ഈച്ച് യുവർ സെക്യൂരിറ്റി ക്ലിയറൻസ് ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ അത് ഏതൊക്കെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ലിസ്റ്റ് തന്നെ ഈ അടുത്തിടയ്ക്ക് പുറത്ത് വരുന്നുണ്ട്. ഈ ജെഫ്രി എപ്സ്റ്റൈന് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ. അതിൻ്റെ ഉള്ളിൽ ബഹ്റൈൻ്റെ ആളുണ്ട്, ഈജിപ്തിൻ്റെ ആളുണ്ട്, കുവൈത്തിൻ്റെ, ലെബനോന്, ലക്സംബർഗ്, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, പോർച്ചുഗൽ, ഖത്തർ, അതുപോലെ സൗത്ത് കൊറിയ, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടക്കമുള്ള രാജ്യങ്ങളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഇയാൾക്ക് വളരെ കൃത്യമായ ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തം. ഇപ്പം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പല ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ, അറേബ്യൻ രാജ്യങ്ങളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കാണുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവർക്കെല്ലാം എപ്സ്റ്റൈനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും ഇവരെല്ലാം എപ്സ്റ്റൈൻ്റെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും വന്നത്. ഇതിൻ്റെ ഉള്ളിൽ നാർക്കോട്ടിക്സ് ഇൻവോൾവ്ഡ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ ആയുധ വ്യാപാരങ്ങൾ ഇൻവോൾവ്ഡ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്സ് ഇൻവോൾവ്ഡ് ആണ്. ഇവിടെ നല്ല ലോകത്ത് നടന്ന പല കാര്യങ്ങളിലും ഉള്ള ആ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമാണ്. ഇങ്ങനെ പല സാധനങ്ങളിലേക്ക്, ഇപ്പോൾ എക്കണോമി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇങ്ങനെ പല മേഖലകളിലേക്ക് ഇത് പടർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്, ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ ചെറിയൊരു തുരുത്ത് മാത്രമാണ് പുറത്തു വരുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ സബ്ബായിട്ടുള്ള പിന്നീട് വരുന്ന പല ഇമെയിലുകൾ അതുപോലെ തന്നെ ഉള്ള റിപ്പോർട്ടുകളെല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാൾ ഭയങ്കരമായിട്ട് ലോകമാസകലം പടർന്ന് പന്തലിച്ച് കിടന്ന ഒരു പ്രതിഭാസമാണ് ഇയാൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ ആ ഇൻവോൾവ്മെൻ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ള എന്ന് വെച്ചാൽ അതിലെ ഹിൻഡ് മാത്രമാണ് നമ്മൾ ഈ മനസ്സിലാക്കിയെടുക്കുന്ന ഈ ചില ഹിൻഡുകൾ പുറത്ത് വരുന്നതിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. മിഡിൽ ഈസ്റ്റിലെ പല കാര്യങ്ങളും മൂവ് ചെയ്യിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇയാൾ. പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ റോസ്ചൈൽഡ്
ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ്. റോസ്ചൈൽഡ് ഫാമിലി നമുക്കറിയാം. ഈ റോസ്ചൈൽഡ് ഫാമിലി ആണ് പറയുന്നത് ഞങ്ങളാണ് ഇസ്രായേൽ രൂപീകരിക്കാൻ കാരണക്കാരായത് എന്ന് ബ്രിട്ടനിലെ റോസ്ചൈൽഡ് ഫാമിലി പറഞ്ഞത്. അവരാണ് ഈ അവിടുത്തെ റോസ്ചൈൽഡ് ബാങ്കും എല്ലാമായിട്ട് അവർ വലിയൊരു ലോകത്തെ തന്നെ വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാമിലിയുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാം വളരെ അയാൾക്ക് അയച്ചേക്കുന്ന ഇമെയിലുകളും സന്ദേശങ്ങളും എല്ലാം അവരുടേത് കാണുക എത്രയോ അടുപ്പത്തോടു കൂടിയാണ് അതെല്ലാം അയച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ ഇയാളെക്കുറിച്ച് ഉയരുന്ന ഒരു ആരോപണം, ഇയാൾ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ അടുത്ത ആളായിരുന്നു. മൊസാദിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇയാൾ ജൂയിഷ് ആണല്ലോ, അപ്പോൾ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിന് വേണ്ടി ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലെ നേതാക്കന്മാരും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ നേതാക്കന്മാരെ ഇയാൾ സഹായിച്ചുവെന്നും അയാൾക്ക് വേണ്ട അയാളുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ പോലും ഈ അബ്രഹാം അക്കോർഡ് പോലും അത് വെച്ച് താരതമ്യപ്പെടുത്തുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത്. കാരണം ഇതിനുള്ളിലെല്ലാം ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വസ്തുത വളരെ വ്യക്തമാണ്. അപ്പോൾ ഇയാളുടെ തന്നെ മറ്റൊരു ഇമെയിലിൽ മറ്റൊരാളുമായിട്ടുള്ളൊരു ഇമെയിലിൽ മെസ്സേജിൽ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ ഈ നീക്കങ്ങൾക്ക് പിന്നിലും ഒരു ജൂ ഇരുന്ന് ചരട് വലിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളും അതാരാണ് ചോദിക്കുന്നത്, താങ്കളെ ആണ് ഉദാഹരണമായിട്ട് എപ്സ്റ്റൈനെ പറയുന്ന ഒരു ഇമെയിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ പല ലോകത്തിൽ ഈ കാലഘട്ടങ്ങളിൽ നടന്ന പല സാധനങ്ങളും പല കാര്യങ്ങളും ഇതുപോലെയുള്ള ഈ ചരടുവലികൾ, ഇയാളുടെ അടുത്തിരുന്നുള്ള ചരടുവലികൾ കൊണ്ട് തന്നെ നടന്നിരുന്നു എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ല. പിന്നെ നമുക്കറിയാം പലപ്പോഴും പല രാജ്യങ്ങളും തമ്മിലുള്ള ഡിപ്ലോമസിയിൽ ഈ പെണ്ണും പണവും മദ്യവും എല്ലാം ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ അമേരിക്ക വെനസ്വേലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ CIA കോടിക്കണക്കിന് ഡോളർ ഒഴുക്കി അവിടുത്തെ രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി എന്നുള്ള പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അമേരിക്കയുടെ വശത്താക്കി എന്നുള്ള ഒരു വാസ്തവം അവിടെ നിലനിൽക്കുന്നുണ്ടാകും. ഇത് തന്നെ പല രാജ്യങ്ങളുടെയും ഡിപ്ലോമസികളിലെല്ലാം ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ ഈ എപ്സ്റ്റൈൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു സാധനം പല ഡിപ്ലോമസികൾക്ക് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമേരിക്ക ലോകത്തിൽ എല്ലായിടത്തും ബിസിനസ് നടത്തുകയും എല്ലാ പൊളിറ്റിക്സിലും കയറി കൈയിടുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇയാൾക്ക് പൊളിറ്റിക്സിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാധനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നിരുന്നു എന്നും എല്ലാ ഭാഗങ്ങളിലും അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഒരു ഭാഗമായിട്ട് ഇയാളും നിലനിന്നിരുന്നു എന്നും മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ പെണ്ണും പണവും മദ്യവും മയക്കുമരുന്നും എല്ലാം പല ഡിപ്ലോമസികളിലും ഇയാളിലൂടെ ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇയാളെ കൊന്നു എന്നെല്ലാം പറയുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷേ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചോ എന്നുള്ളതിൽ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം കെന്നഡിയുടെയൊക്കെ വാദത്തിൻ്റെ തെളിവുകളൊന്നും എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയൊന്നും ഇന്നോളം പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഇതുപോലെ ഇത്രയും വലിയൊരു സംഗതിയുടെ പിന്നിലെ ഗൂഢാലോചനകൾ എന്തെങ്കിലും പുറത്തു വരും. കാരണം ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയൊരു സംഗതിയിൽ ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ളതൊക്കെ അത് സംശയാസ്പദമാണ്. പക്ഷേ ഫയലുകൾ ഇത്രയെങ്കിലും പുറത്തു വന്ന് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇതുപോലും പുറത്തു വരികയില്ല എന്നുള്ള ഒരു വാസ്തവം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രം. പലപ്പോഴും ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ജെഫ്രി എപ്സ്റ്റീനെ പോലുള്ള വൻ ശക്തികളാണ് എന്നത് ലോകത്തിൻ്റെ പോക്കിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നത് വളരെ ഭയത്തോടെ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. ജെഫ്രി എപ്സ്റ്റീനെ പോലുള്ള വൻകിട ശക്തികളുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ വലയിൽ ലോക നേതാക്കളടക്കം ലോകത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കേണ്ട, ലോകത്തിലെ ജനതയ്ക്കെല്ലാം മാതൃകയാകേണ്ട, നന്മ വിതറേണ്ട പല നേതാക്കന്മാരും ഈ വലയിൽ പെട്ടുവെന്ന് അറിയുന്നതും വളരെ ഭീതി ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ നിലപാടിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി ഇനി അടുത്ത ദിവസം.